ഹെൽമെറ്റ് ഇല്ലാതെ വാഹനമോടിച്ചാൽ ലൈസൻസ് റദ്ദാക്കും. കർശന നടപടിയുമായി ഗതാഗത വകുപ്പ്. വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ വ്യാപകമായി ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ചിറ്റൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MS വിഷ്ണു പറഞ്ഞു. നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 194C ആൻഡ് D. C D എന്ന് പറയുന്നത് 194C എന്ന് പറയുന്നത് പില്യൺ ഡ്രൈവറും അതുപോലെ തന്നെ D എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ആളും. ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് 1000 രൂപയാണ് ഫൈൻ. അത് ഗവൺമെൻറ് കുറച്ച ഫൈനാണ് 500 രൂപ. നമ്മൾ കോടതി പോയി കഴിഞ്ഞാൽ 1000 തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഫൈൻ കൂടാതെ തന്നെ നമുക്ക് 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതുകൂടാതെ 1 ഡേ റീഫ്രഷർ കോഴ്സ് ഉണ്ട് IDTRൽ, കിടപ്പാളുള്ള IDTRൽ 1 ഡേ റീഫ്രഷർ കോഴ്സും കൂടെ അറ്റൻഡ് ചെയ്തെങ്കിൽ നമുക്ക് വീണ്ടും ലൈസൻസ് പുതുക്കി കിട്ടുള്ളൂ. 3 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. അത് പില്യൺ ഡ്രൈവർ വെച്ചില്ലെങ്കിലും വണ്ടി ഓടിക്കുന്ന ആൾ വെച്ചില്ലെങ്കിലും സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇത് പണ്ടുള്ള നിയമം തന്നെയാണ്. ഇപ്പോൾ ഒന്നുകൂടെ അത് ഈ അപകടങ്ങൾ കൂടുന്നത് കൊണ്ട് ഒന്നുകൂടെ ഇമ്പോസ് ചെയ്ത് എൻഫോഴ്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അതുകൂടാതെ ഓവർലോഡിൻ്റെ ഫൈനും ഇതുപോലെ തന്നെയാണ്. ഓവർലോഡ് 194 പ്രകാരം ഓവർലോഡ് കയറ്റി വാഹനം പിടിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഷനും അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ പോലെ IDTRൽ 3 ദിവസത്തെ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്തെങ്കിൽ ഈ ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. 6 മാസം ആൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വേറെ ഒന്നും ഒരു വാഹന സംബന്ധമായി ഒരു വണ്ടിയും ഓടിക്കാൻ പറ്റില്ല. 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണ്. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് കേസ് കൂടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടി നമ്മളൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈസൻസ് സസ്പെൻഷൻ അതുപോലെ തന്നെ കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പില്യൺ ഡ്രൈവറും വെക്കണം, വാഹനം ഓടിക്കുന്ന ആളും വെക്കണം. 2 ആൾക്കാരും വെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഷനും അതുകൂടാതെ തന്നെ 2-3 ദിവസത്തെ റീഫ്രഷർ കോഴ്സ് അറ്റൻഡ് ചെയ്യണം IDTR കിടപ്പാട്. കാരണം പുതിയതല്ല പഴയ തന്നെയാണ്. ഒന്നുകൂടെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. AI ക്യാമറകളിൽ ഇത്തരം നിയമലംഘനങ്ങൾ കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ സമയമായ രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും ടിപ്പർ, ടോറസ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ ജാഗ്രത വേണം. പിഴയടക്കം ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.